ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. നടിപ്പിൻ നായകൻ സൂര്യ നായകനായിട്ട് വരുന്ന റെട്രോ എന്ന് പറഞ്ഞ സിനിമ വളരെ പ്രതീക്ഷയോടെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. പിന്നെയും പറയേണ്ട ആവശ്യമില്ല. കാരണം കാർത്തിക് സുബ്രാജിന്റെ കൂടെ ഒരുമിച്ചൊരു കോംബോ ആയിട്ട് വരുന്നു എന്നുള്ളത് മാത്രമല്ല, പുള്ളിക്കാരന് ഇപ്പൊ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ കങ്കുവയിലെ പുള്ളിനെ കൊണ്ട് അങ്ങോട്ട് താഴ്ത്ത് ചവിട്ടി അരച്ചിട്ടിട്ടുണ്ട് സിരുത്തെ ശിവ. അപ്പോ അതിന്റെ മുകളിലേക്ക് വരേണ്ട ഒരു ആവശ്യം കൂടെ ഉണ്ട്. എന്തായാലും നമുക്ക് കണ്ടറിയാം. റെട്രോയിലെ 1 എന്ന് പറഞ്ഞുള്ള സോങ് ആണ് വന്നിട്ടുള്ളത്. ലെറ്റ്സ് വാച്ച്. ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് എന്താ റിയാക്ട് ചെയ്യാത്ത എന്നുള്ളത്. ഇന്നലെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരു പല സാഹചര്യങ്ങളൊക്കെ ആയിട്ട് കുടുങ്ങി കിടക്കുകയായിരുന്നു. എന്തായാലും ഇപ്പൊ നമുക്ക് കണ്ടുനോക്കാം. 4 മിനിറ്റ് 1 സെക്കൻഡ്. ലെറ്റ്സ് വാച്ച്. ஒரு தீயில சொல்லெடுத்து ஒளி போடுற கையெழுத்து அன்னொருவ வந்திருக்காடு. பல போர்பட இருக்கலாம், எதிர்பார்த்தது இவனைத்தான் ஒருவ வந்திருக்காடு. சவுண்ட் ரக்ஷல களமோ அவன் மூச்சரிய மயிர்கால்களும் பூச்சரிய வச்சம் அவன் வந்திருக்காடு. அட நம்ம நினைச்சது நடந்துருமா, சிங்கம் மறுபடி திரும்புதம்மா, முன்ன ஒரு கதை இருந்ததம்மா, இப்ப உரு கொண்டு இறங்குதம்மா, நட்சத்திரம் ஒண்ணு தெரியுதம்மா, நின்ன இடம் பத்தி எரியுதம்மா, அச்சம் கொண்ட மனம் ஒரு வரமா, அந்த ஒருவனை அடையுதம்மா. ഫുൾ സൗണ്ടിലോട്ടോ, അപ്പൊ കറക്റ്റായി ഇമ്പാക്ട് ഉണ്ടാവുള്ളൂ. വൻ പരിപാടിയാണ്. They won't choose, they won't choose it. 222 to them don't change his mind. நான் வருவேன் எனக்கா திருந்தே அடித்தான் ஒலிந்தா ஜெகனே அவன்தான் வாய் பிளந்தே சனம் பார்த்திட வாழ்ந்தவன் போர் விடப்பாய் ஒரு நாள் எழுந்தான். எல்லாரும் நீதும் கல்லாகி மூடும் அப்போது யார் எழுவா பாரே வழிசும் போதும் நிற்காமல் போதும் நீதானே வா ஒருவா. ഏത് നടപ്പല്ലേ ഇപ്പോഴത്തെ സ്വാഗാണ് ഇയാൾക്ക്. It was written on the walls for a king, the proof and the truth rang from me. Answered every call when they beckoned, billion angels in the sky sang for me. Trying when I wasn't ready then, needed all the healing she would offer. See, the truth was I was crippled by the thought of having blood upon my head for many men. Bodies thought about a dozen. Freedom, calling on my name to be the leader that they needed when they kneeled and teed them through the night so they could see the sun. நீயும் தூரம் போக நெஞ்சு புண்ணா கிடந்தேன், ஒப்பாதம் போகும் பாத வழி மண்ணா கிடந்தேன், காலம் தாண்டி உயிர் ஊரக்கணினே, ராச வந்தா உலகெல்லாம் அடைஞ்ச ஏலே. They won't choose, they won't choose it. 222 to them don't change his mind. தம்மமும் தர்மமும் காத்திரப்பித்த அடிபட்டு ஏறிய யுத்த வேதனிச்சா இவன் மேல் விரல் வெப்ப, வீரனாம் கர்ணனுக்கே இவன் அப்ப. ശരി ഉണ്ടായി കാണിക്കുന്നത്. Whiskey for the fallen in the trenches, flowers for the ones who fell too young, halos for the saints that didn't make it, coral for the sacrificial lamb that never seen the light of day. I had to make a choice to walk the life that's predetermined. I was offering all my freedom for the fear. We can see this by the people in this waiting as the wood. എന്റെ ഫോൺ എന്ത് സംഭവം? The one. മെയ് 1-ാം തീയതി മക്കളെ, കട്ട വെയിറ്റിംഗ്. അല്ല എന്തായാലും പറയാം. ഈ ദ വൺ എന്ന് പറയുമ്പോൾ ദ വൺ ആൻഡ് ഓൺലി നടിപ്പിൻ നായകൻ സൂര്യ എന്നൊക്കെ പറയാൻ തോന്നുന്നുണ്ട്. കാരണം അത്ര പ്രതീക്ഷയോടെ കാത്തിരിക്കണം. ഞാൻ ഇതിലേ
ഈ പാട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിദ്ധിന്റെ വോയിസ് ആണ്. എനിക്ക് എപ്പോഴും അങ്ങനെ തോന്നാറുണ്ട്. വോയിസ് അവന് പുള്ളി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും രസം. ആ ചില സാധനങ്ങളുടെ ഇങ്ങനെ ആ ഒരു ഹൈ നോട്ട്സ് ഒക്കെ പോണ സമയത്ത് എന്ത് രസ കേൾക്കാന്ന് അറിയും. ഭയങ്കര ഒരു ഫീലാണ് പുള്ളി പാടുന്ന സമയത്ത്. സോ അതൊന്ന്. പിന്നെ ഇതില് ആ സാധനം കീട്ട് അപ്പ ആ പറഞ്ഞ സാധനം, ആ ചെറിയൊരു വൈബ്രേഷനും ആ ഒരു മോഡുലേഷൻ ഭയങ്കര രസമുണ്ട് പാട്ടിൽ കേൾക്കാൻ. പിന്നെ മൊത്തത്തിൽ അതിൻ്റെ ആ ഒരു റാപ്പ് സംഭവങ്ങളുണ്ടല്ലോ, അത് ഭയങ്കര ആ ഒരു ഫീലും അതിന്റെ BGM-ഉം. സോ അത് ആരാണ് നോക്കേണ്ട ആവശ്യമുണ്ട്. അതാണ് നോക്കുന്നത്. സിംഗേഴ്സ് സിദ് ശ്രീറാമും സന്തോഷ് നാരായണൻ. സന്തോഷ് നാരായണന്റെ വോയിസും കിഡിലായിട്ടുണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല. റാപ്പ് SVDP, അതാരാണ് എനിക്കറിയേണ്ട കേട്ടോ, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആരെങ്കിലായിരിക്കാം, അറിയുന്നവരൊന്ന് പറയാം. ബാക്കിംഗ് വോക്കൽസ് മഹാലക്ഷ്മി, അനന്തു, വിക്ടർ. കാരണം ഇവർക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം മൊത്തത്തിൽ വരുമ്പോഴാണ് ഈ പാട്ടിന്റെ ഒരു ആംബിയൻസ് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആ ഒരു വൈബ് ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. കമ്പോസ്റ്റ് അറേഞ്ച്ഡ് പ്രോഗ്രാം ബൈ സന്തോഷ് നാരായണൻ. അഡീഷണൽ പ്രോഗ്രാം പോട്ടെ, അഡീഷണൽ ഇഫക്ട് പോട്ടെ, ഇങ്ങനെ പോയിട്ട് മിക്സ്ഡ് ബൈ സന്തോഷ് നാരായണൻ. മ്യൂസിക് മാനേജ്മെന്റ്, സ്റ്റുഡിയോ അസിസ്റ്റന്റ്, ഡയറക്ഷൻ പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഇതിന്റെ മ്യൂസിക് ചെയ്യുന്നത് ശരിക്കും ആരാണ്? ഇതിന്റെ മൊത്തത്തിൽ സിനിമയുടെ മ്യൂസിക് ചെയ്യുന്നത് ആരാണ്? സന്തോഷ് നാരായണൻ തന്നെയാണ്. ഓക്കെ, കൊള്ളാം. സിനിമോട്ടോഗ്രാഫി ശ്രേയാസ് കൃഷ്ണ. കിഡിലെ സാധനമാണെന്നാണ് തോന്നുന്നത്. ഭയങ്കര പ്രതീക്ഷയാണ് ഈ സിനിമയിൽ. ഇതിന്റെ വന്നിട്ടുള്ള അപ്ഡേറ്റ് ഒക്കെ നോക്കി. ഫസ്റ്റ് ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ, ഒരു കടലാണോ കായലാണോ എന്താ അറിയില്ല, ഒരു സ്ഥലത്തിരുന്നിട്ടൊരു നല്ല ഒരു ഷർട്ട്, മറ്റേ പല മഴവിൽ കളറിൽ വെള്ളയും നീലൊക്കെ ഇട്ടിട്ടുള്ള വര ഷർട്ട് ഇട്ട് വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ടൊരു സാധനം ഉണ്ടായിരുന്നു. എന്താണ് അതിന്റെ ഒരു ഫീല്? അതുപോലൊരു സാധനം ഉണ്ടായിരുന്നു കങ്കുവയിലും. നിലമ എന്ന് പറയുന്ന സുഖമാ ആലോചിക്കുന്ന സാധനം. പക്ഷെ അതൊക്കെ നല്ല നടനാണ്. എന്ത് ചെയ്യാൻ, ഡയറക്ഷൻ മോശമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. നല്ല സ്റ്റോറി ഉണ്ടായിരുന്നു അതിൽ, നല്ല രീതിയിൽ വലിയ ബിഗ് ബഡ്ജറ്റ് ഫിലിമായിട്ടാണ് അത് ചെയ്യാൻ പറ്റുന്ന സാധനമുണ്ട്. പക്ഷെ കൊണ്ടാണ് നശിപ്പിച്ചു, സൂര്യനെ കൊണ്ടാണ് ഇല്ലാതാക്കി. പുള്ളി അത്രയും ചെയ്തിട്ടുള്ള അതിന് മുമ്പ് വരെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന സൂര്യറായ് പൊട്ടർ എന്ന് പറഞ്ഞ സിനിമ, ജയ് ഭീം, സൂര്യറായ് പൊട്ടറിലൊക്കെ എന്താണ് എന്താ പറയാ, അയ്യോ അവിടെ വിമാനത്താവളത്തിന്റെ ഒരു പരിപാടി ഉണ്ടല്ലോ, എയർപോർട്ട് സീനൊക്കെ എന്താണ് കിടിലാണ്. പക്ഷെ അതൊക്കെ ഒരു നിമിഷം മറന്ന് നമ്മൾ അങ്ങോട്ട് എന്താ പറയാ, അയാളെ ഇല്ലാതാക്കിയ പോലത്തെ ഒരു സാധനം. പക്ഷെ അങ്ങനെയൊന്നും പോവില്ല. കാരണം കുറച്ചു കാലത്തേക്കെങ്കിലും കങ്കുവ വല്ലാണ്ട് ബാധിച്ചു. അതിനിടയിലാണ് ഇപ്പൊ ഇത് വരുന്നത്. ഇത് വൻ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. കാർത്തിക് സുബ്രാജ് ആയതുകൊണ്ട് തന്നെ മേക്കിങ്ങിൽ വലിയ കോംപ്രമൈസും കാര്യങ്ങളൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. അഭിനയത്തിൽ പുള്ളിക്കാരനും മോശമാക്കില്ല. ആൻഡ് ഇപ്പോൾ വന്ന പാട്ടുകളാണെങ്കിലും തന്നിട്ടുള്ള വിഷ്വൽസ് ആണെങ്കിലും ഒക്കെ ഗംഭീരമായിരുന്നു. വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കങ്കുവയുടെ എല്ലാ മറ്റേ നമ്മൾ പറയും ചീഞ്ഞ കണ്ണ് മറ്റേ കണ്ണ് ഈ കണ്ണൊക്കെ പോയി പുള്ളി ഭയങ്കരമായിട്ടൊരു തിരിച്ചുവരവ് ഇതിൽ നടത്തട്ടെ. സോ ഓഫ് ഫോർ ദ ബെസ്റ്റ്. നിങ്ങളുടെ അഭിപ്രായം നല്ല വർക്കാക്കാൻ കമന്റ് രേഖപ്പെടുത്തുക. എനിക്ക് എന്തായാലും ഈ പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിന് മുമ്പ് ഒരു പാട്ട് വന്നിരുന്നു, അതൊരു ഫെസ്റ്റിവൽ മൂഡിലൊരു പാട്ട് വന്നിരുന്നു, എനിക്കത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അതിന് മുമ്പ് ആദ്യം വന്ന ആ കണ്ണാടി എന്ന് പറഞ്ഞൊരു സാധനം, കണ്ണാടി തന്നെയാണോ നമ്മുടെ ജയിലിൽ നിന്നുള്ള, അത് കിട്ടുന്ന സാധനമായിരുന്നു. പക്ഷെ എനിക്ക് ഇതാണ് ഒന്നുകൂടെ ഇഷ്ടമായത്. ഇതിന്റെ ഒരു ആംബിയൻസ്, അത് കേട്ടോണ്ടിരിക്കുമ്പോൾ ആ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു ഹോൾ പരിപാടി, അത് ഭയങ്കര രസമുണ്ട്. നമ്മൾ അതിലേക്ക് ഇങ്ങനെ മുഴുകി നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തും. താങ്ക് യു.